ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പിറ്റ് ബേബി സീസൺ 2-ൻ്റെ 11ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. സോ ആളുടെ പേര് ദയ എന്നാണ്. ഹാപ്പി ബർത്ത്ഡേ ദയ. സോ ഇനി നമുക്ക് എന്തായാലും നേരെ എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ വില്ലീനെ പിടിച്ചു വെച്ചിട്ട് ബേബിയും ചാർലിയും പിന്നെ പീറ്റിയും ക്രിസും കൂടെ ആയിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് മരുന്നാണ് നിൻ്റെ ദേഹത്ത് ടോണി പ്രയോഗിച്ചത്, എന്ത് എക്സ്പെരിമെൻ്റാണ് നടത്തിയതെന്നൊക്കെ. ആ ടൈമിന് അവൻ പറയുന്നുണ്ട്, അതൊക്കെ ഞാനെങ്ങനെ അറിയാനാ, അതൊക്കെ അയാൾക്കല്ലേ അറിയാവൂന്ന്. ആ ടൈമിന് അവർ പറയുന്നുണ്ട്, നീ എന്തെങ്കിലും ആലോചിച്ച് പറഞ്ഞാൽ മാത്രമേ നിന്നെ അയാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. എന്നാൽ വില്ലി, ഞാനെന്തിനു പറയണം, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല, പക്ഷേ ബേബി എനിക്ക് എന്തെങ്കിലും തരയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവൻ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. ആ ടൈമിന് ബേബി മര്യാദയ്ക്ക് ഇരുന്നിട്ട് എന്തെങ്കിലും അറിയെങ്കിൽ പറയാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ വില്ലി ഇല്ലെന്ന് പറയുമ്പോഴത്തേക്കും ചാർലി അവൻ്റെ അടുത്തേക്ക് വന്നിട്ട്, നിന്നെപ്പോലെ ബാക്കിയുള്ള ആൾക്കാർക്കും അവരുടെ ഫ്രീഡം നഷ്ടപ്പെടണമെന്നാണോ നിൻ്റെ ആഗ്രഹം? ഇപ്പോഴും ടോണിയാണെങ്കിൽ അയാളുടെ എക്സ്പെരിമെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നതിന് നിനക്കും അറിയാമല്ലോ, എന്തെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന മരുന്ന് വെച്ചിട്ട് എല്ലാം തടയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വലിയ ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് മൊത്തത്തിലൊന്നും ഓർമ്മയില്ല, പക്ഷേ ടോണിയുടെ ബ്ലഡിന് ആ ഒരു മരുന്നുമായിട്ട് എന്തോ ബന്ധമുണ്ട്. ഞാൻ കാണുന്നുണ്ടായിരുന്നു എപ്പോഴും ടോണിയുടെ ബ്ലഡ് അവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ടോണിയുടെ ബ്ലഡും അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കാണുമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ക്രിസ് പറയുന്നുണ്ട്, അങ്ങനെ വരാൻ നല്ല ചാൻസ് ഉണ്ട്, ടോണിയുടെ സെൽസും കൂടെ അതിൻ്റെ അകത്ത് ജോയിൻ ആയിട്ടായിരിക്കണം ഈ ഒരു എക്സ്പെരിമെൻറ്റ് സക്സസ് ആയത്. പക്ഷെ അത് കറക്റ്റ് ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് ടോണിയുടെ ബ്ലഡ് കിട്ടണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ബേബി പറയുന്നുണ്ട്, അത് റിസ്ക് അല്ലേ, പക്ഷേ വേണമെങ്കിൽ നോക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് നൈറ്റ് ബേബി വീട്ടിൽ നിന്ന് എന്തോ ആലോചിക്കുമ്പോൾ ചാർലി അവൻ്റെ അടുത്ത് വന്നിട്ട് എന്തോ പറ്റി, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ബേബി അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ ചാർലി ആണെങ്കിൽ, നിന്നെ കണ്ടിട്ട് വയ്യാത്ത പോലെയൊക്കെ തോന്നുന്നു, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പം നീ അങ്ങനെ ഓക്കെ അല്ലെങ്കിലോ എനിക്ക് തോന്നിയെന്ന് പറയുമ്പോൾ ബേബി ആണെങ്കിൽ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, നിങ്ങളെല്ലാവരും എൻ്റെ അടുത്തുണ്ടല്ലോ, എൻ്റെ ഫാമിലി മൊത്തം എൻ്റെ കൂടെ ഉണ്ട്, സോ എനിക്ക് വിഷമിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് ചാർലി. ആ ടൈമിന് ഞാൻ കാരണം നിനക്ക് കുറേ ബുദ്ധിമുട്ട് വന്നില്ലേ, ഐ എം സോറി എന്നൊക്കെ പറയുമ്പോൾ ബേബി ആണെങ്കിൽ, നീ എന്തിനാ ഇപ്പോൾ ഇമോഷണൽ ആവുന്നത്, എപ്പോഴും നീ ആണെങ്കിൽ ഇമോഷണൽ ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം അലനാണെങ്കിൽ ഒരു റേസിംഗ് കാർ എടുത്തിട്ട് കുറേ നേരം റേസ് ട്രാക്കിൽ നല്ല സ്പീഡിന് ഓട്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം ടോണി കൊടുത്ത ആ ഒരു പവർ കാരണം അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം അവനിപ്പോൾ വീണ്ടും കാർ ഓട്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ ആ ഒരു സന്തോഷമൊക്കെ കണ്ടിട്ട് അവൻ കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവൻ്റെ അടുത്തേക്ക് എന്നിട്ട് ജെഫ് ചോദിക്കുന്നുണ്ട്, ഭയങ്കര ഹാപ്പിയാണല്ലോ, ഭയങ്കര സൂപ്പറായിട്ടാണല്ലോ വണ്ടി ഓട്ടിക്കുന്നതെന്നൊക്കെ. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് നോർത്തും സോണിക്കും ബേബിയും പിന്നെ ചാർലിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ വന്നിട്ട് അടിപൊളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അലൻ നിന്നിട്ട് അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ശരി ശരി ഇനി പോയി പ്രാക്ടീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു വിടുന്നുണ്ട്. ആട്ടവന് പെട്ടെന്ന് അലന് വയ്യാതെ പോലെ ആയിട്ട് അവൻ താഴെ ഇരിക്കുകയാണ്. അത് കണ്ടിട്ട് ജെഫ് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അലനാണെങ്കിൽ ഒരു മോതിരം എടുത്ത് കാണിക്കുന്നുണ്ട് പ്രപ്പോസ് ചെയ്യുന്ന പോലെ. ആ ടൈമിന് ജെഫ് ആണെങ്കിൽ ഇതെന്താ സംഭവം എന്ന രീതിയിൽ നോക്കുമ്പോൾ അലൻ പറയുന്നുണ്ട്, ജസ്റ്റ് ഇത് മാച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇടാനായിട്ട് ഞാൻ വാങ്ങിച്ചതല്ല, എന്നെ കല്യാണം കഴിക്കുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇന്നെന്തായാലും ഞാനാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്, നിന്നെ നോക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, അതുകൊണ്ട് എന്നെയാണെങ്കിൽ ഇന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു, സോ എന്നെ കല്യാണം കഴിക്കൂലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ജെഫ് സമ്മതിക്കുന്നുണ്ട്. അലനാണെങ്കിൽ ആ ഒരു മോതിരം അവൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ടൈമിന് പ്രാക്ടീസിന് പോകുന്ന പറഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു വരുന്നുണ്ട്. അവർ ഈ പ്രപ്പോസിങ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അലനെയും ജെഫിനെയും ഒരുമിച്ച് പിടിച്ചു ചേർത്തിയിട്ട് അവരുടെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഗ്രൂപ്പായിട്ട് സെൽഫി എടുക്കുന്നുണ്ട്. അലൻ നിന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ ജെഫിനെ കിസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അടുത്ത് കാണിക്കുന്ന പീറ്റിനെയും ക്രിസിനെയാണ്. അവരിപ്പോൾ ഒരുമിച്ച് പീറ്റിൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ പീറ്റ് ചോദിക്കുകയാണ്, നീ ടോണിയുടെ മകനാണെന്ന് നീ കണ്ടുപിടിക്കാനുണ്ടായ സിറ്റുവേഷൻ എന്താണെന്ന്. ആ ടൈമിന് ക്രിസ് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ UK-ലായിരുന്ന ടൈമിൽ തന്നെ എനിക്കറിയായിരുന്നു എന്നെ അഡോപ്റ്റ് ചെയ്തെടുത്തതാണെന്ന്. അവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആളുടെ പേര് ടിം എന്നാണ്. ടിം ഇവിടെ തായ്ലാൻഡിലുള്ളൊരു പയ്യനാണ്, അവന് ഞാൻ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. അവനാണെങ്കിൽ തിരിച്ച് ഇങ്ങനെ തായ്ലാൻഡിൽ വന്ന ശേഷം ടോണിയുടെ ഗ്രൂപ്പിലാണ് ജോയിൻ ചെയ്തത്. എന്നാൽ പിന്നീട് അവനെ പറ്റി ഒരു വിവരം ഉണ്ടായിരുന്നില്ല, അവനെപ്പറ്റി എന്തോ അറിയാനും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവനെപ്പറ്റി അന്വേഷിച്ച ടൈമിലാണ് ഇതേപോലെ വേയിനെ അറിയുന്നത്. വേയിനെ എന്നെയും കാണാൻ ഒരുപോലെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ സംശയം വന്നിട്ട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ടോണിയുടെ ടെസ്റ്റ് ട്യൂബ് എക്സ്പെരിമെൻറ്റിൽ ഉണ്ടായ 2 പിള്ളേരാണ് ഞാനും വേയുമെന്ന്. പക്ഷേ എനിക്കാണെങ്കിൽ വേയ്ക്ക് കിട്ടിയ പോലെ പവറൊന്നും കിട്ടിയില്ല. ഇതാണ് ശരിക്കും സംഭവിച്ചത്. നീ വേണമെങ്കിൽ ബാക്കിയുള്ളവരടുത്ത് ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞോ, എനിക്ക് കുഴപ്പമില്ല, എന്തായാലും എനിക്ക് നിന്നെ വിശ്വാസമാണെന്ന് പറയുന്നുണ്ട്. പീറ്റ ടൈമിന് എനിക്കറിയാം നീ ടോണിയുടെ മകനായിട്ടിരിക്കുന്നതിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന്, എന്നാൽ ഇപ്പോൾ അത് തന്നെ നമുക്ക് ഉപകാരമാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതും പറഞ്ഞ് രണ്ടുപേരും കിസ് ചെയ്യാൻ പോകുമ്പോൾ പെട്ടെന്ന് കിം അങ്ങോട്ടേക്ക് വരാണ്. അങ്ങനെ പീറ്റ് ചെന്ന് കിമ്മിനോട് സംസാരിക്കുമ്പോൾ കിം പറയുന്നുണ്ട്, അലനാണെങ്കിൽ അന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ അലൻ്റെ ചെവിയുടെ പുറകിൽ ഒരു മാർക്ക് കണ്ടു, അതേ സെയിം മാർക്ക് ടോണിയുടെ ലാബിൽ ഞാനും കെൻ്റെയും പോയ ടൈമിന് അവിടെ ടോണി എക്സ്പെരിമെൻറ്റിന് ഉപയോഗിച്ച ആളുകളുടെ ചെവിയുടെ പുറകെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അലൻ ടോണിനെ കാണാൻ പോയോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയാണ്. പീറ്റ ടൈമിന് എന്തിനാ അലൻ അങ്ങനെ ചെയ്യണം, അവനാണെങ്കിൽ ബാക്കിയുള്ളവർ അങ്ങനെ ടോണിയുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്ത് ചതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ കിമ്മാണെങ്കിൽ, പിന്നെ ഇത്രയും ദിവസം വയ്യാതിരുന്ന അലൻ എങ്ങനെയാണ് ഒറ്റ സെക്കൻഡ് കൊണ്ട് മൊത്തത്തിൽ സ്ട്രോങ് ആയി ഓക്കെ ആയത്, എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയാണ്. പീറ്റ ടൈമിന് ഓക്കെ സംശയം അങ്ങനെ ഇരിക്കട്ടെ, പക്ഷേ എന്ത് റീസൺ ആയിരിക്കും അലൻ ടോണിനെ മീറ്റ് ചെയ്യാൻ പോയത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കും അതാണ് മനസ്സിലാവാത്തതെന്ന് കിമ്മ് പറയുന്നുണ്ട്.
പീറ്റപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാമെന്ന് പറയുന്നുണ്ട്. കിം ആ ടൈമിന് കെൻ്റെ തന്നെ കോൺടാക്റ്റ് എല്ലാം ചെയ്തായിരുന്നു. അവൻ എന്തെങ്കിലും വിവരം അറിയിച്ചോ, അവൻ ഓക്കെ ആണോ എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് പീറ്റാണെങ്കിൽ ഇതുവരെ എന്നെ കെൻ്റെ കോളൊന്നും ചെയ്തിട്ടില്ല. മേ ബി അവനൊരു അവസരം കിട്ടിയിട്ടുണ്ടാവില്ല, എന്നാലും അവൻ സേഫ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവനുണ്ടെ എന്നെ എന്തെങ്കിലും ക്ലൂവോ എന്തെങ്കിലുമൊക്കെ അറിയിക്കുമായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും കിമ്മാണെങ്കിൽ നിനക്ക് എങ്ങനെ ഇത്ര ക്ഷമയോടെ ഇരിക്കാൻ പറ്റുന്നു? ഒരു കാര്യം നീ മനസ്സിലാക്കണം, നമുക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് കെൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ട് ഇപ്പോൾ ടോണിയുടെ അടുത്ത് കുടുങ്ങി കിടക്കുന്നത്. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, കെൻ്റെക്ക് തന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ഇവരുടെ ഒരു റേസിംഗ് കോമ്പറ്റീഷൻ്റെ ഫൈനൽ റേസാണ്. വില്ലി ആ ഒരു റേസിന് ഉണ്ടായിരുന്നില്ല. വില്ലീനെ ഇപ്പോഴും ഇവർ ലാബിൽ പിടിച്ചു വെച്ചേക്കാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും റേസ് കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇപ്പോൾ മത്സരം നടക്കുന്നത് നമ്മുടെ ബേബയും ചാർലിയും നോർത്തും തമ്മിലാണ്. മൂന്നുപേരും മാറി മാറി ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്നാൽ മത്സരം അവസാനിക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് ബേബി ആയിരുന്നു, സെക്കൻഡ് ചാർലി, തേർഡ് നോർത്ത്. എന്തായാലും ഒരു കമ്പനിയിലുള്ള 3 പേര് തന്നെയാണ് ജയിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നൈറ്റ് ആണെങ്കിൽ ഇവരെല്ലാവരും കൂടെ ഡ്രിങ്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അലനൊക്കെ നന്നായിട്ട് തന്നെ ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അലൻ ഡ്രിങ്ക് ചെയ്തിട്ട് ഒരിടത്ത് മാറിയിരിക്കുമ്പോൾ ജെഫ് ഓക്കെ ആണെന്നൊക്കെ ചോദിച്ചിട്ട് വന്ന് സംസാരിക്കുന്നുണ്ട്. ആ ടൈമിന് ബേബെ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നത് കണ്ടിട്ട് ജെഫ് നേരെ ബേബയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് ബേബയോട് എന്തു പറ്റി, നീ ഒരുമാതിരി ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ബേബെ പറയുന്നുണ്ട്, അത് പിന്നെ ചാർലി ആണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മറന്നു പോകുന്നു. അവൻ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഭയങ്കര വിയേർഡായിട്ടാണ് പെരുമാറുന്നതെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഒരുപക്ഷെ അവൻ ഒത്തിരി പവർ ഉണ്ടല്ലോ, ഇപ്പം ചിലപ്പോൾ അവൻ്റെ സെൽസിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടായിരിക്കും. എന്തായാലും നമുക്കിനി ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ആ മരുന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന് തിരിച്ച് ജെഫ് പറയുന്നുണ്ട്. ആ സമയം അലനാണെങ്കിൽ ടോണിയുടെ അടുത്ത് ഡീൽ വെച്ചതനുസരിച്ച് എങ്ങനെ താൻ ചാർലിയുടെ ബ്ലഡ് കളക്ട് ചെയ്ത് അവർക്ക് കൊണ്ടു കൊടുക്കും എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നീട് നൈറ്റ് അലനും ജെഫും കിടന്നുറങ്ങുന്ന ടൈമിന് ജെഫ് ഉറങ്ങിക്കഴിയുന്നതും അലനാണെങ്കിൽ അവൻ്റെ കാറും എടുത്ത് നേരെ ടോണിയുടെ ലാബിലേക്ക് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും കെൻ്റെനെ ഒരിടത്ത് കെട്ടിയിട്ടേക്കുന്നത് അലൻ കാണുന്നുണ്ട്. ഡീനിനെ കിടത്തിയിരിക്കുന്ന ആ ഒരു റൂമിലേക്കും അലനെ കൊണ്ടുപോയി ഡീനിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ടൈമിന് വിന്നർ ചാർലിയുടെ ബ്ലഡ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ കൊണ്ടുതരാം എന്നിങ്ങനെ അലൻ പറയുന്നുണ്ട്. എന്നിട്ട് അലനെ നേരെ ടോണിയുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. ടോണി അപ്പോൾ ചോദിക്കുന്നത് നിനക്ക് പവർ കിട്ടിയ കാര്യം ആർക്കെങ്കിലും മനസ്സിലായോ എന്നാണ്. അലൻ അപ്പോൾ ഇല്ല, ഇതൊരാൾക്ക് സംശയമില്ല, പിന്നെ ഞാൻ ബ്ലഡ് ഒന്നേ തന്നെ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ ടോണി ആണെങ്കിൽ വെയിറ്റ് ചെയ്ത് ഞാൻ മടുത്തു, എനിക്ക് ഒന്നേ കിട്ടണമെന്ന് പറയുമ്പോൾ അലൻ പറയുന്നുണ്ട് ഫുൾ ടൈം ചാർലി ബേബിയുടെ കൂടെയാണ്, ഞാൻ എങ്ങനെ എടുക്കും, എന്തായാലും ഞാൻ കൊണ്ട് തരുമെന്ന് പറയുന്നുണ്ട്. ടോണി അപ്പോൾ ഞാൻ നിനക്ക് 3 ദിവസം സമയം തരാം, അതിനുള്ള അവൻ്റെ ബ്ലഡ് നീ എനിക്ക് കൊണ്ട് തരണമെന്ന് പറയുമ്പോഴത്തേക്കും 3 ദിവസം അതൊക്കെ ഭയങ്കര കുറവാണെന്ന് അലൻ പറയുന്നുണ്ട്. ആ ടൈമിന് ടോണി ആണെങ്കിൽ അതൊന്നും എനിക്ക് കേൾക്കണ്ട, എക്സ്ക്യൂസ് എനിക്ക് കേൾക്കേ വേണ്ട, 3 ദിവസം സമയമുണ്ട്, അതിനുള്ളിൽ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറയുന്നുണ്ട്. അലൻ ആ സമയം ഓക്കെ ഞാൻ കൊണ്ടുവരാം, പക്ഷേ അത് ഞാൻ തന്നു കഴിയുമ്പോഴത്തേക്കും കെൻ്റെനെയും ഡീനിനെയും നിങ്ങൾ റിലീസ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് വിടണമെന്ന് പറയുന്നുണ്ട്. അത് ടോണി സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം അലൻ തിരിച്ച് വീട്ടിലേക്ക് വരാണ്. ആ ടൈമിന് ഇത്രയും നേരം കിമ്മിന് അവനെ സംശയമുള്ളതുകൊണ്ട് തന്നെ അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവനാണെങ്കിൽ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതും നേരെ കിം അലൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് താൻ കാണിച്ചു കൂട്ടുന്ന എല്ലാം ഞാൻ കണ്ടു, ഞങ്ങളെല്ലാവരും പറ്റിക്കാൻ നോക്കുവാണല്ലേ, ഞാൻ എല്ലാ സത്യങ്ങളും എല്ലാവരുടെ തുറന്നു പറയുമെന്ന് പറയുമ്പോഴത്തേക്കും അലൻ പറയുന്നുണ്ട് ഇല്ല, നീ ഇപ്പോൾ ഒന്നും പറയരുത്, ഞാനാണെങ്കിൽ ഡീനിനെയും കെൻ്റെനെയും രക്ഷിക്കാനാണ് നോക്കുന്നത്, അതിന് നീ എൻ്റെ കൂടെ നിൽക്കണം. ഡീന് അത്ര ഓക്കെ അല്ല, പക്ഷേ കെൻ്റെ കുഴപ്പമില്ല, അവൻ ഓക്കെ ആയിട്ടാണുള്ളത്, പക്ഷേ എത്ര നേരം അവർ ഓക്കെ ആയിട്ടിരിക്കുന്നു എനിക്ക് പറയാൻ പറ്റില്ല, നീ എൻ്റെ കൂടെ നിൽക്കണം പ്ലീസ് എന്ന് പറയുന്നുണ്ട്. കിം അതിന് ഒരു മറുപടി കൊടുക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നില്ല. എന്തായാലും പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ പീറ്റിൻ്റെ ലാബിൽ എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ക്രിസ് തുറന്നു പറയുന്നുണ്ട് ആക്ച്വലി വേ ആണെങ്കിൽ എൻ്റെ ട്വിൻ ബ്രദറാണ്, ടോണി ചെയ്ത ഒരു ടെസ്റ്റ് ട്യൂബ് എക്സ്പെരിമെൻറ്റിലൂടെ ജനിച്ചതാണ് ഞാനും വേയും എന്നുള്ള കാര്യം. ആ ടൈമിന് ബേബയാണെങ്കിൽ കണ്ടില്ലേ, നീ ഫസ്റ്റ് വന്നപ്പോഴേ ഞാൻ ഡൗട്ട് പറഞ്ഞല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ക്രിസ് ഞാൻ നിങ്ങളുടെ ആരുടെടുത്തും കള്ളം പറഞ്ഞിട്ടില്ല, എനിക്ക് വേയിനെ പരിചയമില്ല എന്ന് പറഞ്ഞത് സീരിയസ് ആയിട്ട് തന്നെയാണ്, എനിക്ക് വേയിനെ പരിചയവും ഇല്ല, ഞാൻ അവനോട് സംസാരിച്ചിട്ടില്ല, അവനെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല, പിന്നെ ഈ ഒരു മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് ടോണിയുടെ ബ്ലഡ് നമുക്ക് വേണ്ടി വരുമെന്ന് നിങ്ങളിത് പറഞ്ഞില്ലേ, അപ്പോൾ ഞാനും ടോണിയുടെ അതേ ചോരയിൽ ജനിച്ച കുട്ടിയല്ലേ, സോ എൻ്റെ ബ്ലഡ് എടുത്താൽ ചിലപ്പോൾ എന്തിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പീറ്റ ടൈമിന് അതെ റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ബേബി നിൻ്റെ സമ്മതം കൂടെ എനിക്ക് വേണം, കാരണം ഈ ഒരു ബ്ലഡൊക്കെ എടുത്തിട്ട് എക്സ്പെരിമെൻ്റ് വഴി ചാർലിയുടെ ദേഹത്താണ് നമ്മളതൊക്കെ കുത്തി വെച്ച് ട്രൈ ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രണ്ടുപേരും പെർമിഷൻ ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ബേബി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാർലി പറയുന്നുണ്ട് എനിക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല എന്ന്. ആ സമയം പീറ്റ ആണെങ്കിൽ എനിക്ക് ബേബിയുടെ അടുത്ത് ഒന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ബേബിനെ വിളിച്ച് മാറ്റി നിർത്തുന്നുണ്ട്. എന്നിട്ട് കിം തൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞ ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് അലൻ ടോണിനെ കാണാൻ പോയെന്നാണ് തോന്നുന്നത്, അലൻ ഇപ്പോൾ ടോണിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, എന്താ എനിക്ക് ഡൗട്ട് ഉണ്ടെന്നുള്ള കാര്യം. ആ സമയം ഫസ്റ്റ് ബേബി വിശ്വസിക്കുന്നില്ല, എന്നാൽ പീറ്റ് പറയുന്നുണ്ട് എനിക്കും വിശ്വാസമായില്ല, പക്ഷേ അവൻ്റെ ചെവിയുടെ പുറകിൽ ഒരു മാർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബേബിയുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം ചാർലീനെ കാണിക്കുമ്പോൾ ചാർലി ഇപ്പോൾ ലാബിൽ കൂടെ തന്നെ ഇങ്ങനെ നടന്നു പോകുന്ന ടൈമിന് പെട്ടെന്ന് അവൻ്റെ പവർ വർക്കായിട്ട് കുറേ ഫ്യൂച്ചർ ഇവനിങ്ങനെ കാണാനായിട്ട് തുടങ്ങുകയാണ്. ഒന്നും ക്ലിയർ അല്ല, എല്ലാം ബ്ലറായിട്ടാണ് കാണുന്നത്. ആ ടൈമിൽ പെട്ടെന്ന് അലൻ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ചാർലിയുടെ ബോധവും പോയിട്ട് പെട്ടെന്ന് താഴേക്കൊന്ന് വീഴാണ്. അലൻ ചാർലീനെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പായിട്ട് അവനാണെങ്കിൽ ചാർലിയുടെ ബ്ലഡ് കളക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എല്ലാവരുടെ അടുത്തേക്കും കൊണ്ടുപോവാണ്. ചാർലീനെ അങ്ങനെ ഒരു ബെഡിലേക്ക് കിടത്തുമ്പോഴത്തേക്കും ജെഫും ബേബിയും ഒക്കെ വരുന്നുണ്ട്. ചാർലി അപ്പോൾ കണ്ണ് ഉറക്കുന്നുണ്ട്. ആ ടൈമിന് ബേബി ആണെങ്കിൽ നീ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നീ ആരാന്ന് തിരിച്ച് ചാർലി ചോദിക്കുന്നുണ്ട്. ജെഫ് അപ്പോൾ ഇത് പീറ്റിൻ്റെ ലാബാണ്, നമ്മളിവിടെ മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇരിക്കുകയാണ്, നിനക്കതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചാർലി ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവർക്ക് മനസ്സിലായി അവൻ്റെ മെമ്മറി ലോസ് ആയിന്ന്. ആ ടൈമിൽ ക്രിസും വന്ന് പറയുന്നുണ്ട് അവന് റെസ്റ്റ് എടുക്കാനായിട്ട് കുറച്ച് ടൈം കൊടുക്കാമെന്ന്.
ക്രിസ് എന്നിട്ട് ബാക്കിയുള്ളവരടുത്ത് പറയുന്നുണ്ട് അവന് സഡനായിട്ട് മെമ്മറി ലോസ് വന്നതാണ്, അത് പെട്ടെന്ന് ഓക്കെ ആവുമായിരിക്കുമെന്ന്. ആ ടൈമിൽ ജെഫ് പറയുന്നുണ്ട് ഒരുപക്ഷെ അവൻ്റെ പവറെങ്ങാനും കൺട്രോൾ വിട്ട് വർക്കായിട്ടുണ്ടാകും, സോ അത് കാരണം സംഭവിച്ചതാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബേബയാണെങ്കിൽ ഞാനാണെങ്കിൽ ചാർലിയോടെ ഇവിടെ നിൽക്കാമെന്ന് പറയുമ്പോഴത്തേക്കും അലൻ പറയുന്നുണ്ട് ചാർലിക്ക് തന്നെ നിന്നെ ഓർമ്മയില്ലല്ലോ, ജെഫ് നിൽക്കട്ടെ അതായിരിക്കത്തില്ല കുറച്ച് നല്ലതെന്ന്. ആ സമയം ജെഫ് നമുക്ക് രണ്ടുപേർക്ക് നിൽക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അലൻ്റെ അടുത്ത് നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാനും പറയുന്നുണ്ട്. അങ്ങനെ അലൻ പോകുന്ന ടൈമിന് കിം അലനെ പിക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അലൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ കിം മനസ്സിലാക്കിയിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കുന്ന ടൈമിന് അലനാണെങ്കിൽ നീ എൻ്റെ കൂടെ നിൽക്കുമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കിം ആണെങ്കിൽ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ കിമ്മിൻ്റെ കൂടെയാണ് അലൻ ടോണീനെ കാണാനായിട്ട് പോകുന്നത്. കിം അങ്ങോട്ടേക്ക് പോകുന്നില്ല. അടുത്ത് ബേബേനെ ചാർലിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ ബേബെ ചാർലിയുടെ അടുത്തിരിക്കുന്നുണ്ട്. ആ ടൈമിൽ ചാർലിക്ക് ബോധം വരാണ്. ബേബെ അപ്പോൾ നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ചാർലി അപ്പോൾ ഇല്ല എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾ ശരിക്കും എൻ്റെ ബോയ് ഫ്രണ്ട് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ബേബെ അതേന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ കൈയും പിടിച്ച് കാണിച്ചു കൊടുത്തിട്ട് കണ്ടില്ലേ നമ്മളൊരു ഒരേപോലത്തെ മോതിരമൊക്കെ ഇട്ടിട്ടുണ്ട്, ശരിക്കും ബോയ് ഫ്രണ്ട്സ് ആണ്, നിനക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ എല്ലാ കഥയും പറഞ്ഞു തരാം കാരണം എനിക്കെല്ലാം ഓർമ്മയുണ്ടെന്ന് പറയാണ്. ചാർലി അപ്പോൾ എന്നിട്ടും എനിക്കൊന്നും ഓർമ്മ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ബേബയാണെങ്കിൽ നിനക്ക് ഓർമ്മ വരുന്ന വരെ ഞാൻ എല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരിക്കും, നിനക്ക് ഓർമ്മ വരാനായിട്ട് ഞാൻ എന്തും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അടുത്ത് വീണ്ടും അലനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ടോണീനെ കാണാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ആ ടൈം ബ്ലഡ് കൊടുക്കുന്നുണ്ട് വിന്നറിൻ്റെ അടുത്ത്, അത് ചാർലിയുടെ ബ്ലഡ് തന്നെയാണെന്ന് കൺഫേം ചെയ്യാനും ടോണി പറയുന്നുണ്ട്. ആ ടൈമിൽ അലൻ ഞാൻ എന്തായാലും ബ്ലഡ് കൊണ്ടുവന്നില്ലേ, ഇനി ഡീനിനെ കെൻറ്റിനെ വിട്ട് തരാനായിട്ട് പറയുന്നുണ്ട്. ആ ടൈമിൽ അയാളാണെങ്കിൽ അത് ചാർലിയുടെ ബ്ലഡ് തന്നെയാണോ എന്ന് ആദ്യം കൺഫേം ആവട്ടെ, എന്നിട്ട് ഞാൻ അവരെ വിട്ട് തരാം, ഞാൻ പറഞ്ഞ വാക്ക് എന്തായാലും പാലിക്കൂ എന്ന് പറയുന്നുണ്ട്. അലൻ അങ്ങനെ തിരിഞ്ഞ് നടന്നു പോകാൻ നിൽക്കുന്നുണ്ടാവില്ല. പെട്ടെന്ന് അയാളാണെങ്കിൽ അലനെ ഷോക്ക് അടിപ്പിക്കുകയാണ്. അലനാണെങ്കിൽ താഴേക്കൊന്ന് വീഴുന്നുണ്ട്. എന്നാൽ മൊത്തം എൻ്റെ ബോധം പോയിട്ടില്ല. ആ സമയം ഇയാൾ പറയുന്നുണ്ട് നീ എനിക്ക് ഈ ഒരു ചെറിയ കാര്യം ചെയ്തു തന്നതിന് അവരെ രണ്ടുപേരും വിട്ടുതരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, നീ എനിക്ക് ഒരു കാര്യം കൂടെ ചെയ്തു തരണം, എന്തൊക്കെ ചെയ്തിട്ടായാലും ബേബേനെ തിരിച്ച് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ടുതരുന്നവരെ ബൈ.